ഇതിൻ്റെ പാർക്ക്, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ്, പോലീസ് സ്റ്റേഷൻ, റോഡ്, സ്കൂള്, ഇത്രയും പിക്ചർ എങ്ങനെ വരയ്ക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കണം, ആ വരയ്ക്കണതിൻ്റെ ലൈറ്റ് ഷെയ്ഡൊന്നും കാണിക്കില്ല, ജസ്റ്റ് ഒന്ന് വരയ്ക്കണതാണ് കാണിക്കുന്നത്. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു വരയിട്ടു. വരയിട്ടിട്ട് ഈ ഒരു പാർക്കിൻ്റെ റൗണ്ട് കൊടുക്കുകയാണ്. പാർക്കിൻ്റെ റൗണ്ട് കൊടുക്കുകയാണ്. എല്ലാവരെയും കണ്ടല്ലോ ആദ്യത്തെ സ്റ്റെപ്പിൽ റൗണ്ട് ഇട്ടു. പിന്നെ ഈ കാണുന്ന ആ റൗണ്ടില്ലേ, ഇങ്ങനെയാണ് ഒരു കോമ്പറ്റീഷന് പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്ഥലങ്ങളും ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കണം. എന്നിട്ട് മാത്രമേ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് വരയ്ക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ വരച്ച് വരുമ്പോൾ നമുക്ക് സ്പേസ് തികയാതെ പോകും. ആ സ്പേസ് തികയാതെ പോണത് സാധാരണ കുട്ടികൾക്കുള്ള ഒരു പ്രോബ്ലമാണ്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു. പിന്നെ ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരയ്ക്കുകയാണ്. എല്ലാ പിള്ളേരും ഒന്ന് എടുത്തേക്കണം. ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൗണ്ടുകൾ നമുക്കിങ്ങനെ ഇട്ടിട്ട് റൗണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ വരയ്ക്കത്തില്ലേ, റാ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പായിട്ട് നമ്മളിങ്ങനെ വരച്ചു. ഇത് പെൻസിൽ ഡ്രോയിങ് ആയാലും വാട്ടർ കളറായാലും ഇതുപോലെയാണ്. നിങ്ങൾ ഇതുപോലെയാണ് ഇനി ഗ്രൂപ്പിൽ വരച്ചിടേണ്ടത്. നമുക്ക് തന്നെ കൊടുക്കുന്ന പ്രോമിസാണ് ഓരോന്നും, അല്ലാതെ ആരെയും കാണിക്കാനല്ല. വേണ്ടോ ഇന്നിങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് ആ തൂണ് പോസ്റ്റ് വരയ്ക്കാണ്. പിന്നെ ഈ ഒരു കൊച്ചു കൂടാരം പോലെ എന്തോ പറയുന്ന വരച്ചു. ഇത് നമ്മളെ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് വയ്ക്കണം. ഈ ഒരു പടം നമുക്ക് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള വർക്കില്ലേ, അത് കുറച്ച് സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനൊക്കും. ഉണ്ടോ? ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ ഇതുപോലെ ഇതിന് ആദ്യം നമ്മൾ ചെയ്തിട്ട് ക്രോളൊക്കെ കുഞ്ഞു ക്രോയായിരിക്കണം. ഇനി ഇത് ഇത്രയും വെച്ചല്ല നിർത്തേണ്ടത്. പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം.